ഇന്ന് നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C വെച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 25 വയസ്സാണ്. 4. നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, ആൻസർ ജി ശങ്കരക്കുറുപ്പാണ്. ആറാമത്തെ ചോദ്യം, ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരമാരാണ്? അതായത് 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരമാരാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? എളുപ്പമുള്ളതാണ്, ഓപ്ഷൻ ഡി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? നമ്മൾ സ്ഥിരം പറയുന്നതാണ് ക്ലാസ്സുകളിൽ. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ആണ്. പത്താമത്തെ ചോദ്യം, പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊണാർക്കാണ്. 11. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആൻസർ അഫ്ഗാനിസ്ഥാനാണ്. 12ാമത്തെ ചോദ്യം, കേരള തീരത്ത് പ്രധാനമായും ചവറയിൽ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തോറിയമാണ്. 13. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കോറമാണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നു. 14. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി നർമ്മദ നദിയാണ്. 15. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ്, ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത് ആണ്. 16. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആൻസർ NH44 NH44 ആണ്. 18. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏതാണ്? നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കണക്ട് ചെയ്തോണം, ഓപ്ഷൻ സി ആണ്, ആൻസർ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആണ്. 19ാമത്തെ ചോദ്യം, നേപ്പാൾ ഭൂട്ടാൻ ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സിക്കിം ആണ്. 20. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. 21. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി കർഷകരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ്, ഓപ്ഷൻ സി കർഷകരെ എന്നാണ്. 22. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങൾ ആരൊക്കെയെന്നാണ്? ഫസൽ അലി അംഗമായിരുന്നു, സർദാർ കെ പണിക്കർ അംഗമായിരുന്നു, അതുപോലെ തന്നെ HN കുൻസ്രു അംഗമായിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 2, 3 തന്നിരിക്കുന്നവയിൽ 3 പേരും അംഗങ്ങളായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. അതായത് എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചതെന്നുള്ളതല്ല നമ്മൾ തെറ്റായിട്ടുള്ളത്. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. 24. 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് 1947 ഇന്ത്യൻ യൂണിയന്റെ
ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് വെച്ച് ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീരാണ്. 25 വാദവും കാരണമാണ്. വാദം എന്ന് പറയുന്നത് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. ശരിയാണ്. കാരണം എന്താണ്? പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 25ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 26 ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്. ശരിയാണ്. നമുക്കറിയാം വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും അല്ലേ. അപ്പം അത് ശരിയാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി. ആണോ? തെറ്റല്ലേ? ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി അല്ലേ. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 27 ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. ശരിയാണ്. BR അംബേദ്കർ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ എതിർത്തിരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ഇവിടെ ശരി. 28 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ദണ്ഡി മാർച്ചോടു കൂടിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. 29 ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന നോക്കാം. സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെറ്റാണ്. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. തെറ്റാണ് കേട്ടോ. അപ്പം ഇവിടെ തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് തെറ്റാവാൻ സാധ്യതയായിട്ടുള്ളത് കേട്ടോ. നമ്മൾ നോക്കിയിട്ട് കാണുന്നത് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അല്ല, ഓപ്ഷനിൽ തന്നിട്ടില്ല. അപ്പോൾ 1ഉം 2ഉം ആയിരിക്കും എന്താ പറയുക ഈ ഒരു ആൻസർ ആയിട്ട് വരാം. അതായത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഇനി അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നോക്കാം. തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ്? കേണൽ ഓൾക്കോട്ടാണ്. അതുപോലെ തന്നെ സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഹിതകാരിണി സമാജം ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡൂരംഗാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 2, 4, 3, 2, 4, 1 എന്നാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 31 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. 32 ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുകയാണ്. അപ്പം നോക്കാം. ആദ്യം ഈഴവ മെമ്മോറിയലാണ്, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, അതിനുശേഷമാണ് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം, ഏറ്റവും അവസാനം പാരിയം സത്യാഗ്രഹമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 33 ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ്. 34 കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠ സ്വാമികളാണ്. 35 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതൊക്കെയെന്നാണ് വെച്ച് നോക്കാം. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. അയ്യാവഴി എന്ന ആത്മീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 4ഉം അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. ഇനി അടുത്ത 36ാമത്തെ ചോദ്യം നോക്കാം. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അൻപ് വീട് പദ്ധതിയാണ്. നമ്മളിതെല്ലാം ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ ഓപ്ഷൻ സി അൻപ് വീട് പദ്ധതിയാണ്. 37ാമത്തെ ചോദ്യം, 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്. ആൻസർ ഓപ്ഷൻ സി ഹരിപ്പാടാണ്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓപ്ഷൻ സി ഹരിപ്പാടാണ് ആൻസർ. 38 ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാറാണ്. 39 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ജപ്പാൻ. ജപ്പാനിലെ നഗോയയിലെ നമ്മളിതെല്ലാം പഠിച്ചാണ്. ഓപ്ഷൻ സി ജപ്പാനാണ് ആൻസർ. 40 കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മോട്ടു എന്ന ആനക്കുട്ടിയാണ്. 41 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആരാണ്? ഓപ്ഷൻ സി സാജൻ പ്രകാശ് ആണ്. 42 കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായലാണ്. 43 അതിക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ സ്നേഹിത. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത 44ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് മൂന്നാമത്തേതാണ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതായത് ശ്രീമതി മേഴ്സി കുട്ടനാണ് നിലവിലെ അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ശരി ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, 45 താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയായ രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. നോക്കാം നമുക്ക്. കാരാപ്പുഴ എന്ന് പറയുന്നത് വയനാട്ടിലാണ് കാരാപ്പുഴ വരുന്നത്. പോത്തുണ്ടി വരുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് പോത്തുണ്ടി വരുന്നത്. ചിമ്മിണി വരുന്നത് എവിടെയാണ്? ചിമ്മിണി വരുന്നത് തൃശ്ശൂരാണ്. പിന്നെ പെരിയാർ നമുക്കറിയാം ഇടുക്കിയിലാണ് പെരിയാർ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 3 2 4 3 1 4 2 എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 46 പച്ചയാം വിരിപ്പിട്ട സഹ്യാദ്രിതൻ മടിയിൽ തലവെച്ചും വെൺമണൽ മെത്തമേൽ കാൽ നീട്ടിയും കിടക്കുന്ന കേരളമേ. കേരളത്തിന്റെ ഈ പ്രകൃതിയെക്കുറിച്ച് ഈ വരികൾ എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വള്ളത്തോൾ നാരായണ മേനോനാണ്. 47 കാനഡ ഗവൺമെന്റിന്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇടുക്കിയാണ്. 48 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് നോക്കാം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശന കവാടമുള്ളൂ. ശരിയാണ്. പിന്നെ കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 1 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 49 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ NIFAM സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ആലുവ പട്ടണത്തിലാണ്. 50 താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ മാമാങ്കം നടത്തപ്പെട്ടിരിക്കുന്നത് ഈ നദിയുടെ തീരത്താണ്. ഇതാണ് ആൻസർ ഓപ്ഷൻ ഡി, ഭാരതപ്പുഴയാണ് കേട്ടോ. 51 കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1809 ആണ്. 52 താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. പിടിയേരി സമ്പ്രദായം തെറ്റാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട്. ശരിയാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1913 സംഘടിപ്പിച്ചു. ശരിയാണ്. അപ്പോൾ 1 3 4 ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി. ഇനി 53 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കീഴരിയൂർ ബോംബ് കേസാണ്. 54 ആദി ഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. 55 കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്നാണ്? 1956 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 56ാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? ആൻസർ ഓപ്ഷൻ എ ആണ്, VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. 57 മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണെന്നാണ്? ഓപ്ഷൻ സി ആണ്, മഞ്ചേരി രാമയ്യറാണ്. 58 ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ ആണ്, മാർത്താണ്ഡ വർമ്മയാണ്. 59 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭനാണ്. ബേസ് ക്വസ്റ്റ്യൻ ആണല്ലോ. 60ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, K കേളപ്പനാണ്. 61 ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്.
62 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോർ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി മെഡുല ഒബ്ലോങ്കേട്ടയാണ്. 63 ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസേബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്നേഹായാനം പദ്ധതിയാണ്. 64 സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ചിപ്കോ പ്രസ്ഥാനമാണ്. 65 ചോദ്യം ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാലക്കാടൻ മട്ട അരിയാണ്. 66 തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങളാണ്. 67 വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി നിശാന്തതയാണ്. 68 പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സാന്ത്വനം പദ്ധതിയാണ്. 69 ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. 70 ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ബോട്ടാണിക്കൽ ഗാർഡൻ ആണ്. 71 രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിന്റെ ശബ്ദം കേട്ടുവെങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലായിരിക്കുമെന്നാണ്. ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 700 മീറ്റർ ആണ്. 72 ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, -40 ഡിഗ്രിയിലാണ്. 73 താഴെ തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ബലങ്ങൾ ഏതൊക്കെയാണ്? ഗുരുത്വാകർഷണ ബലവും അതുപോലെ തന്നെ സ്ഥിത വൈദ്യുത ബലവുമാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ്. ഇനി 74 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഉത്തേജക അവസ്ഥയിലെ ഊർജ്ജവും രണ്ടാമത്തെ ഉത്തേജക അവസ്ഥയിലെ ഊർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 9/4 ആണ്. 75 ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായി വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ സ്ഥിതി ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. 76 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്താണ്? ഹർഷണം ഉണ്ടാകുന്നത് വൈദ്യുത കാന്തിക ബലത്തിൽ നിന്നാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനകത്ത്. ഇനി 77 സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സീഡറൈറ്റ് ആണ്. 78 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ട്രീഷ്യമാണ്. 79 വാട്ടർ ഗ്യാസ് ഏതിൻ്റെയൊക്കെ മിശ്രിതമാണ്? കാർബൺ ഓക്സൈഡിൻ്റെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും മിശ്രിതമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 80 ചോദ്യം പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സാക്കറിൻ ആണ് കേട്ടോ. ഇനി മാത്സ് പറഞ്ഞു പോവാണ്. 81 ആൻസർ ഓപ്ഷൻ എ 2.4 ആണ്, 2.4 ആണ്. 82 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 ആണ്. 83 ചോദ്യം 392 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗം ലഭിക്കുമെന്നാണ്? ഓപ്ഷൻ സി 2 ആണ്. 84 ആൻസർ ഓപ്ഷൻ സി 78 ആണ് കേട്ടോ. 85 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 ആണ്. ഇനി 86 ചോദ്യം 20 സംഖ്യകളുടെ ശരാശരി 35 ആണ്. ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി അടുത്ത 10 സംഖ്യകളിൽ ഓരോന്നിനോടും 3 കുറച്ചാൽ പുതിയ ശരാശരി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 36 ആണ്. 87 ആൻസർ ഓപ്ഷൻ എ 1/100 ആണ്. 88 ആൻസർ ഓപ്ഷൻ ഡി 4 ആണ്. 89 2 സംഖ്യകളുടെ ലസാഗു 240ഉം ഉസാഗ 4ഉമാണ്. ഒന്നാമത്തെ സംഖ്യ 16 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണെന്നാണ്? ഓപ്ഷൻ സി 60 ആണ്. 90 ചോദ്യം ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 60 രൂപ കൂട്ടി വിറ്റിരുന്നുവെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ വാങ്ങിയ വില എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 240 ആണ്. 91 ആൻസർ ഓപ്ഷൻ ഡി 2. 92 ആൻസർ ഓപ്ഷൻ എ 110. 93 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 9 ആണ്. 94 ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 49 ആണ്. അതുപോലെ തന്നെ 95 ആൻസർ വരുന്നത് ശരിയായ ക്രമത്തിലാണ്. നമുക്കറിയാം രോഗമാണ് ആദ്യം വരുന്നത്. രോഗം വന്നതിന് ശേഷം എന്താണ്? ചികിത്സ തരണം. അല്ല ശരി, രോഗമാണ്. രോഗത്തിന് ശേഷം എന്താണ്? ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ പരിശോധിക്കും. അതിനുശേഷം എന്താണ്? ചികിത്സ തുടങ്ങും. അതിനുശേഷമല്ലേ രോഗമുക്തി വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. വായിച്ച് നോക്കുമ്പോൾ തന്നെ കിട്ടും, മെൻ്റൽ എബിലിറ്റി ആണ്. 96 ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 32 ആണ്.
97ന്റെ ആൻസർ ഓപ്ഷൻ എ 44. 98 അഭാജ്യ സംഖ്യ അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി 21 ആണ്. 99ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 24 ആണ്. 100ാമത്തെ ചോദ്യം, തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ എ 16 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ. നമ്മൾ പെട്ടെന്നാണ് ആൻസർ കീ തയ്യാറാക്കിയത്. എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പരീക്ഷ എങ്ങനെയുണ്ടെന്നുള്ളത് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നല്ല ബേസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.